ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കോവയ്ക്ക മെഴുക്ക് വരട്ടിയാണ്. അപ്പോൾ സാധാരണ മെഴുക്ക് വരട്ടി പോലെ അങ്ങനെ കുഴഞ്ഞിരിക്കുന്ന ഒരു ടൈപ്പല്ല, കുറച്ച് ഫ്രൈ ആയിട്ടുള്ള ഒരു മോഡലാണ് ഞാൻ ഉണ്ടാക്കാറ്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി ട്രൈ ചെയ്യണേ. കുട്ടികൾക്ക് ഇതാവും കുറച്ചും കൂടി ഇഷ്ടം ഉണ്ടാവുക. അപ്പോൾ പച്ചക്കറികളൊക്കെ കഴിക്കാൻ മടിയുള്ള, കോവയ്ക്കൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ലഞ്ച് ബോക്സൊക്കെ കാലേക്ക് കൊണ്ടുവരുന്നത് കാണാം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാനിതൊരു പാനിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതിൽ കടുകും പിന്നെ വറ്റൽമുളകും പിന്നെ വേപ്പിലയും കൂട്ടിയിട്ട് ഒന്ന് താളിച്ചെടുക്കാം നമുക്ക്. അപ്പോൾ പണ്ടൊക്കെ ഞാനും ഇതുപോലെ ചോറ്റും പാത്രത്തിൽ ഉണ്ടാവണ മെയിൻ ഐറ്റം ആയിരുന്നു ഈ കോവയ്ക്ക് ഉപ്പേരി. അപ്പോൾ എനിക്കിങ്ങനെ കുഴഞ്ഞിരിക്കുന്നത് ഇഷ്ടമുണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഡ്രൈ ആക്കിയിട്ട് നല്ലോണം വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നല്ല എന്താ പറയുക, കുറച്ച് ഇങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കുന്ന ടൈപ്പായിരുന്നു എനിക്കും ഇഷ്ടം. അപ്പോൾ ഞാനിതിലേക്ക് ഒരു വലിയ ഉള്ളി ചെറുതായി നൈസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് വഴണ്ടി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് മസാലപ്പൊടികളൊക്കെ കുറേശ്ശെയായിട്ട് ആഡ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഇത് വഴണ്ടി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഏകദേശം വഴണ്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു പച്ചമുളകും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചിയും വറ്റൽമുളകും കൂടിയിട്ട് ചതച്ചതും ആഡ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ രുചി കൂട്ടേ ഉള്ളൂ. അപ്പം ഞാൻ ഇത്തിരി വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടിയിട്ട് ചതച്ചതും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു, അത് വീഡിയോയിൽ പെട്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനൊരു സ്പൂൺ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് ഞാൻ അവിടെ ചൂടുള്ള പാനിൻ്റെ സ്ഥലത്ത് വെച്ച കാരണം ഉപ്പ് സ്പൂണിൽ ഒട്ടിപ്പിടിച്ച് പോയി. അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഉപ്പ് ആഡ് ചെയ്തു. അപ്പോൾ ഈ ഉപ്പ് മതിയാവില്ല, നമ്മൾ മൂടി വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ ഉപ്പ് നോക്കിയിട്ട് കുറച്ചും കൂടി നമ്മൾക്ക് ആഡ് ചെയ്യണം. ഇനി നമ്മൾ മുളക് പൊടി ആഡ് ചെയ്തു, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തു, ഒരു വലിയ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ ഇനി കോവയ്ക്കും കൂടി ചേർക്കുമ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള മുളക് എല്ലാം കൂടിയിട്ടാണ് ഞാൻ ചേർത്തിരിക്കുന്നത്, മസാലയ്ക്ക് മാത്രമല്ല. അപ്പോൾ നല്ല കുനുകുന അരിഞ്ഞിട്ടിരിക്കണം, നല്ല പച്ച കളറുള്ള കോവയ്ക്ക കാണുമ്പോൾ തന്നെ എന്ത് രസമല്ലേ. അപ്പോൾ അതും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി ചേർക്കാം. ഈ കോവയ്ക്ക ജസ്റ്റ് ഒന്ന് കുക്കാവാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഇത് നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്, വേറെ വെള്ളമൊന്നും നമ്മൾ ചേർത്തിട്ടില്ല. അപ്പോൾ ഇത്തിരി പച്ച വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്തിട്ട് ഞാനിതൊന്ന് കുക്കാവാൻ വേണ്ടിയിട്ട് ഒരു 1-2 മിനിറ്റ് വെയിറ്റ് ചെയ്തു. അപ്പോൾ അത് കുക്കായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ പച്ചക്കറിയിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അടച്ചു വെച്ച് വേവിച്ചിട്ടില്ല. ഇനി നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ആവശ്യത്തിന് ഉപ്പും മുളകൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്തിട്ട് നന്നായിട്ട് ഡ്രൈ ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ലാസ്റ്റ് ഒരു 10-15 മിനിറ്റോളം ഞാൻ ഇങ്ങനെ ഡ്രൈ ആക്കിയിട്ട് ഈ പരുവത്തിലെത്തിയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക്